ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പൊ നമ്മളെ എന്താണ് ചങ്ങലയുടെ പാട് എന്ന ലെസണിൽ കുറച്ചുകൂടി വർക്ക് ഉണ്ട്. അതായത് പേജ് നമ്പർ 38 വരെ നമ്മൾ പറഞ്ഞത് അല്ലേ? 38 6ാമത്തെ പ്രവർത്തനം അല്ലേ? ഓക്കെ അല്ലേ? അതുവരെ അല്ലേ പറഞ്ഞത് നമ്മള്? ഓക്കെ, അപ്പോ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലിസൺ ഹിയർ. നോക്കാം നമുക്ക്. അപ്പൊ 6ാമത്തെ നമ്മള് എതിർലിംഗ പദങ്ങൾ കണ്ടെത്തുക. അതായിരുന്നു നമ്മൾ പറഞ്ഞത്. രാജാവ്, രാജ്ഞി, അമ്മാവൻ, അമ്മായി. നേരെ റൈറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് മിടുക്കൻ, മിടുക്കി, യജമാനൻ അല്ല സിംഹൻ അല്ല സിംഹം, സിംഹി, യജമാനൻ, യജമാനത്തി, തടിയൻ, തടിച്ച്. അത്രയാണ് എതിർലിംഗ പദങ്ങൾ നമ്മൾ പറഞ്ഞത്. അലൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അലൻ പി സാംസൺ കംപ്ലീറ്റ് ചെയ്തോ? ഓ, അപ്പൊ ഇനി ഏഴാമത്തത് ഡയറി ക്രമത്തിലാക്കുക എന്നാണ് നമ്മുടെ വർക്ക് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്? കാട്ടിലേക്ക് തിരിച്ചോടിപ്പോയ ചെന്നായ അന്നത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തു ഒരു ഡയറി കുറിപ്പ് എഴുതി. എന്നാൽ അതിന്റെ ക്രമം തെറ്റിപ്പോയി. അത് ശരിയായ ക്രമത്തിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? അതിൽ എഴുതിയിട്ടുണ്ട് 22, ഏതോ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. 22/1/2020 ഇതിലിട്ടിട്ടുള്ളത്. രാത്രി 10 മണി അല്ലെ? ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുപിടി. ചെന്നായ അവന്റെ ഡയറി കുറിപ്പിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എഴുതി വന്നപ്പോൾ അതിന്റെ ക്രമം തെറ്റിപ്പോയി. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുമുട്ടി. ഞാൻ ഓടി കാട്ടിൽ തിരിച്ചെത്തി. എനിക്കും അവനെ പോലെ ആകണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് ഇറച്ചിയും ചോറും ബിസ്ക്കറ്റും എല്ലാം തിന്നണമെന്ന് അവൻ പറഞ്ഞു. അവൻ തടിച്ചു കൊഴുത്തിരുന്നു. അവൻ എന്നെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യജമാനൻ പറയുന്നത് അനുസരിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. പകൽ നേരത്ത് കെട്ടിയിടുന്ന ചങ്ങലയുടെ അടയാളമാണെന്ന് അവൻ പറഞ്ഞു. എനിക്ക് ബിസ്ക്കറ്റും ഇറച്ചിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയാണ് അവൻ എഴുതിയത് അല്ലെ? ചെന്നായി എഴുതിയത്. അപ്പൊ അതിൽ എന്തോ ഒരു ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്യണം അല്ലെ? എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക? എങ്ങനെയത് ക്ലിയർ ചെയ്ത് നിങ്ങൾ എഴുതും? ഡയറി എഴുതുന്ന മാതൃക നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ എഴുതുന്ന എങ്ങനെയാണെന്ന്? അപ്പൊ എങ്ങനെയാണത് വരുക? മിസ് പറയണോ അല്ല നിങ്ങൾ ചെയ്യുന്നു? ഇതെങ്ങനെയാ വരണ്ടേന്ന് അറിയോ? ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുമുട്ടി. അവൻ തടിച്ചു കൊഴുത്തിരുന്നു അല്ലെ? അവനെ കണ്ട പാടെ അവന്റെ പ്രത്യേകതകൾ എഴുതണം. അത് എഴുതിയില്ല ഇവിടെ അല്ലെ? ഇന്ന് ഒരു നായയെ കണ്ട് ഞാൻ ഓടി കാട്ട് തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത്. ഓടി കാട്ട് തിരിച്ചെത്തി എന്തിനാ? ഏറ്റവും ലാസ്റ്റിലാണ്. കാരണം ചങ്ങലയുടെ പാട് കഴുത്തിലുണ്ടായത് കൊണ്ട് ഇങ്ങനെ കെട്ടിയിടുന്നതാണെങ്കിൽ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ ഡയറി? ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുമുട്ടി. അവൻ തടിച്ചു കൊഴുത്തിരുന്നു. എനിക്കും അവനെ പോലെ ആകണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് ഇറച്ചിയും ചോറും ബിസ്ക്കറ്റും എല്ലാം തിന്നണമെന്ന് അവൻ പറഞ്ഞു. അവൻ എന്നെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യജമാനൻ പറയുന്നത് അനുസരിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. പകൽ നേരത്ത് കെട്ടിയിടുന്ന ചങ്ങലയുടെ അടയാളമാണെന്ന് അവൻ പറഞ്ഞു. എനിക്ക് ബിസ്ക്കറ്റും ഇറച്ചിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ആ ഡയറി ക്രമത്തിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്യൂ അത്. ഈ തടിച്ചു കൊഴുത്തിരുന്നത് കണ്ടോ? അതിന്റെ ഇടയിലുള്ളത് അത് ആദ്യം തന്നെ എഴുതണം. എങ്ങനെ? ഒരു നായയെ കണ്ടുമുട്ടി, അവൻ എങ്ങനെയായിരുന്നു എന്ന് അത് കഴിഞ്ഞ ഉടനെ എഴുതണം. എന്താണ് റിലു? ജസ്റ്റ് മനസ്സിലാക്കിയേ വേണ്ടു അത് കേട്ടോ. എന്താ റിലു പറഞ്ഞോ? അത് ഇതില് ക്രമം തെറ്റിട്ടല്ലേ? കാരണം എന്താണ് ഇതിലെന്താ എഴുതിയത്? ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുമുട്ടി, ഞാൻ ഓടി കാട്ടിൽ തിരിച്ചെത്തി എന്നാണ് എഴുതി. അങ്ങനെയല്ലല്ലോ എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? അവൻ എങ്ങനെയായിരുന്നു? തടിച്ചു കൊഴുത്തിരുന്നു. അതിന് കാരണം എന്താണ്? അടുത്ത വരിൽ എഴുതണം. എങ്ങനെയാണ്? അവന്റെ യജമാന ഇറച്ചിയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നോണ്ടല്ലേ? രണ്ടാമത് കുറച്ച് ലൈൻ വിട്ട് ആടെ എഴുതണ്ട്.
അത് നേരെ ആക്കാൻ വേണ്ടി ഇപ്പൊ മിസ് വായിച്ചില്ല, അതുപോലെ ആക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ എഴുതി വിടേണ്ടി വരുമോ, നിങ്ങൾ എഴുതുന്നു? അതിപ്പോ എങ്ങനെ എഴുതും നിങ്ങള്? അവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങളെ പാഠത്തിൽ എഴുതിയാൽ മതി, നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. എങ്ങനെ ഡയറി ക്രമത്തിലാക്കുവാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതേണ്ടത്? ഇന്ന് ഞാൻ ഒരു നായയെ കണ്ടുമുട്ടി. അവൻ എങ്ങനെയായിരുന്നു? തടിച്ചു കൊഴുത്തിരുന്നു. എനിക്കും അവനെ പോലെ ആകണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് ഇറച്ചിയും ചോറും ബിസ്ക്കറ്റും എല്ലാം തിന്നണമെന്ന് അവൻ പറഞ്ഞു. ആര്? നായ പറഞ്ഞില്ലേ? അവൻ എന്നെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യജമാനൻ പറയുന്നത് അനുസരിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. പകൽ നേരത്ത് കെട്ടിയിടുന്ന ചങ്ങലയുടെ അടയാളമാണെന്ന് അവൻ പറഞ്ഞു. എനിക്ക് ബിസ്ക്കറ്റും ഇറച്ചിയും എന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ? എന്നിട്ടല്ലേ കാട്ട് തിരിച്ചു പോന്നു. എങ്ങനെയാണ് അത് എഴുതേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാ മതി. ഓക്കെ, എന്തറിയൂ? ഞാൻ എഴുതി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വർക്ക് നമുക്ക് പറയാം. അടുത്ത വർക്ക് എന്താണ്? ടീച്ചറോട് പറയുക എന്നാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്നു കളിക്കട്ടെ. കിളി പറയുന്നത് കേട്ടില്ലേ? കിളികളെ കൂട്ടിലിട്ട് പോറ്റുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം ടീച്ചറോട് പറയുക. എന്താ പറഞ്ഞത് ആ വരികളില്? വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്നു കളിക്കട്ടെ. ഞാൻ ഒട്ടുനേരം, കുറച്ചു നേരം വാനിൽ. എവിടെയാ വാന്? വാൻ എന്ന് പറഞ്ഞ എന്താണ്? വാന് ആകാശത്തിൽ. വാനിൽ പറന്നു കളിക്കട്ടെ എന്ന് ആര്? കിളി പറയുന്നത് അല്ലെ? കൂട്ടിൽ നിന്ന് എന്നെ വിട്ടയക്കൂ, കുറച്ചു നേരം ഞാൻ ഇവിടെ പറന്നു കളിക്കട്ടെ എന്ന്. വാനിൽ. ഒട്ടു എന്ന് പറഞ്ഞാൽ അല്പനേരം, കുറച്ചു നേരം. വാനിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ. പറന്നു കളിക്കട്ടെ, അല്പനേരം ഞാൻ വാനിൽ പറന്നു കളിക്കട്ടെ എന്നെ വിട്ടയക്കുവാണ് കിളി പറയുന്നത്. കിളി പക്ഷികള് പറയുന്നത് കേട്ടില്ലേ? കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം ടീച്ചറോട് പറയാം. ആർക്കൊക്കെ അഭിപ്രായം പറയാനുള്ളത് അക്കാര്യത്തില്? ആർക്കൊക്കെ ഉണ്ട്? കൈപൊക്കിക്കോ, ഞാൻ മ്യൂട്ട് ചെയ്ത് തരും. അല്ല, അൺമ്യൂട്ട് ചെയ്ത് തരും. ഓക്കെ, അലൻ മാത്യു ഇവിടെ കൈപൊക്കി. പറഞ്ഞു അലൻ മാത്യു. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്ലീസ് അൺമ്യൂട്ട് ആൻസർ. മിസ്, കിളികളെ കൂട്ടിലിടാൻ പാടില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് മോൻ? നമ്മൾ പഠിച്ച പാഠത്തിന് ബേസ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ വേണ്ടത്? സ്വാതന്ത്ര്യമാണ് വലുത്. സ്വാതന്ത്ര്യമാണ് വേണ്ടത് അല്ലേ? അതുകൊണ്ട് തന്നെ കൂട്ടിലിടുന്നത് നല്ലതല്ല എന്നാണ് ആര്? അലൻ മാത്യു പറഞ്ഞത്. വേറെ ആർക്കാണ് അഭിപ്രായം പറയാനുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ ഒപ്പീനിയൻ? ഓക്കെ, ജെവിൻ. എന്താ ജെവിന്റെ അഭിപ്രായം? പറഞ്ഞു. ജെവിൻ അൺമ്യൂട്ട് ചെയ്ത് പറ മോനെ. കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശരിയാണോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് മനസ്സിലായത്. അത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്ത് പറ മോനെ. അൺമ്യൂട്ട് ചെയ്. പറയാനില്ലേ? അൺമ്യൂട്ട് ചെയ്യ്, അൺമ്യൂട്ട് ചെയ്യ്. ജെവിൻ ഒന്നും പറയാനില്ലേ? ജെവിൻ ഒന്നും പറയുന്നില്ലേ ഇപ്പൊ? വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയാൻ എന്തെങ്കിലും? ഇല്ല അല്ലെ? ഓക്കെ, ആർക്കും ഇല്ല. അപ്പോ നിങ്ങൾക്ക് കൂട്ടിലിട്ട് വളർത്തുന്നതാണോ ഇഷ്ടം കിളികളെ? നിങ്ങളെ കൂട്ടിൽ അടച്ചിടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം വീട്ടില്? അല്ല. അപ്പൊ അങ്ങനെ അഭിപ്രായം നിങ്ങൾക്കുണ്ട്. മറ്റൊരു അഭിപ്രായം തുറഞ്ഞു പറയാൻ പറ്റുന്നില്ല അലനെ പോലെ അല്ലെ? അലൻ ഇപ്പൊ ധൈര്യത്തിൽ പറഞ്ഞു, എന്ത്? കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നതല്ല, ശരിയല്ല. എന്ത് വേണം? എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അല്പനേരം വിട്ടയക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലെ? അപ്പോ നിങ്ങൾ ആരും അഭിപ്രായം പറയുന്നില്ല, ഒറ്റയാളെ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ അതിനോടാണ് യോജിക്കുന്നത്. ഏത്? കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശരിയല്ല അല്ലെ? നമ്മൾ പഠിച്ച പാഠവും അങ്ങനെയാണ്. എന്ത്? സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും മൂല്യമുള്ളത് അല്ലെ? സ്വാതന്ത്ര്യ ബോധം എന്ന മൂല്യം
അതിന്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഈ പാഠത്തിൽ കൂടെ പഠിച്ചത് അല്ലെ. അപ്പൊ ഏത് മനുഷ്യനായാലും മറ്റു ജീവജാലങ്ങൾക്കായാലും എന്ത് വേണം? സ്വാതന്ത്ര്യം തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മളത് പലർക്കും നമ്മളത് കൊടുക്കുന്നില്ല അല്ലെ. സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ പ്രശ്നം. ഓക്കെ, അപ്പോ നമ്മള് വീട്ടിലിട്ട് വളർത്തുന്നതാണ് ഇന്ന് പല വീടുകളിലും സംഭവിക്കുന്നത് അല്ലെ. അപ്പോ സ്വാതന്ത്ര്യം വേണം തന്നെയാണ് ഞാൻ അതിനോട് യോജിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തത് അഭിനയിക്കാനാണ്. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണം, വേറെ ഏടി ശ്രദ്ധിക്കരുത്. അഭിനയിക്കാമെന്നാണ്. എന്ത്? ഒരു കാട്ടാനയും ഒരു നാട്ടാനയും തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിൽ നടന്ന സംഭാഷണം താഴെ കൊടുക്കുന്നു. ഒരാൾ നാട്ടാനയായും മറ്റൊരാൾ കാട്ടാനയായും കരുതി സംഭാഷണം അവതരിപ്പിക്കുക. കാട്ടാന പറയുന്നത് ആരെങ്കിലും പറയുന്നോ? കാട്ടാനയും നാട്ടാനയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഒരാൾക്ക് വേണമെങ്കിൽ കാട്ടാനയാവാം, അടുത്ത ആൾക്ക് നാട്ടാനയാവാം. ഓക്കെ, ആവുന്നുണ്ടോ? ജെവിൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? ഓക്കെ, എന്നാ വായിച്ചേ. ഇവിടെ ഒരു അയാള് കൈവക്കി. ടോഷിനല്ലേ കൈവക്കിയത്? ഇല്ലേ? ജെവിൻ അൺമ്യൂട്ട് ചെയ്തോ? ജെവിൻ ഫസ്റ്റ് വൺ വായിച്ചു. ആരാണ് അടുത്ത ആള്? അലൻ വായിച്ചു. ആദ്യം ജെവിൻ വായിക്കുവേ. അലൻ, എന്താണ് കാട്ടാന പറയുന്നത്? ജെവിൻ വായിക്കും. കാട്ടാന: നാട്ടിൽ നിനക്ക് സുഖം തന്നെയല്ലേ? എന്താ ചോദിച്ചത്? നാട്ടിൽ നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു അല്ലെ. നാട്ടാനയോട് കാട്ടാന ചോദിച്ചു. ജെവിൻ ഇപ്പൊ കാട്ടാനാന്ന് വായിക്കണ്ട കേട്ടോ, നീ കാട്ടാനയാണിപ്പോ നമ്മൾ ഇവിടെ കഥാപാത്രം. ഓക്കെ, നെക്സ്റ്റ് അലൻ വായിച്ചു. അടുത്തത് ഒക്കെ വായിക്കടാ. പരമസുഖം തന്നെ. എനിക്ക് പരമസുഖം തന്നെ. നിനക്കോ എന്ന് ചോദിച്ചു. അടുത്ത വായിച്ചോ. കാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ തീറ്റ കിട്ടുന്നില്ല. അതുകൊണ്ട് വലിയ പ്രയാസമാണ്. എന്താ പറഞ്ഞത്? കാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ തീറ്റ കിട്ടുന്നില്ല, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ആര് പറഞ്ഞു? കാട്ടാന പറഞ്ഞു. നെക്സ്റ്റ് ആരാ വായിച്ചോ? അടുത്തത്. എനിക്ക് ഇഷ്ടം പോലെ ആഹാരം കിട്ടും, പക്ഷെ മനുഷ്യർ എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിക്കും. എന്താ പറഞ്ഞത് നാട്ടാന? എനിക്ക് ഇഷ്ടം പോലെ ആഹാരം കിട്ടും, പക്ഷേ മനുഷ്യർ എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിക്കും എന്ന് പറഞ്ഞു. അന്നേരം കാട്ടാന എന്താ പറയുന്നത്? അടുത്ത് വായിച്ചോ. കാട്ടാന എന്ത് ജോലി? എന്ത് ജോലി? അലൻ പറഞ്ഞോ. പിടിപ്പിക്കും. എന്താണ്? എന്ത് ജോലി? വായിക്കെടുത്തത് ജെവിൻ. തടി പിടിപ്പിക്കും. ഉത്സവത്തിന്. അല്ല, ജെവിനാണ് എന്ത് ജോലി ചോദിച്ചത്. അടുത്ത അലനാണ് ചോദിക്കേണ്ടത്. എന്താ ജോലി? ഉറക്കെ വായിച്ചടാ, എനിക്ക് കേൾക്കുന്നില്ലല്ലോ. തടി പിടിക്കും, ഉത്സവത്തിന് എഴുന്നള്ളിക്കും അല്ലെ. തടി പിടിക്കുകയും ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോ ജെവിൻ. കാട്ടാന: നിനക്കു പറ്റില്ലെന്ന് പറയരുത്. നിനക്ക് പറ്റില്ലെന്ന് പറയരുതോ? നിനക്ക് പറ്റില്ലെന്ന് പറയരുതോ എന്ന് ചോദിച്ചെന്താ? നിനക്ക് പറ്റൂലെന്ന് പറഞ്ഞൂടേന്ന്. ഓക്കെ, നെക്സ്റ്റ്. അവർ എന്നെ തേടിക്കൊണ്ട് വേദനിപ്പിക്കും. അവർ എന്നെ തോട്ടികൊണ്ട് വേദനിപ്പിക്കും അല്ലെ. തോട്ടികൊണ്ട് അടിക്കും, അതാ പറഞ്ഞ വേദനിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് കാട്ടാന. ആരാ കാട്ടാന? ജെവിനല്ലേ? കാട്ടിലേക്ക് ഓടിപ്പോന്നൂടെ? എങ്കിൽ നിനക്ക് കാട്ടിലേക്ക് ഓടിപ്പോന്നൂടെ എന്ന് ചോദിച്ചു. ഒന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ നെക്സ്റ്റ് അടുത്താള്. അവർ എന്റെ കാലിൽ കെട്ടിയിടും.
അവർ എന്റെ കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ട് പറഞ്ഞു നാട്ടാന അല്ലേ. അവർ എന്റെ കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കാട്ടിലേക്ക് ഓടിപ്പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് അടുത്ത ആള്. എന്നിട്ടാണോ പരമസുഖമാണ് എന്ന് പറഞ്ഞത്? ഓക്കെ, എന്നിട്ടാണോ കെട്ടിയിടുന്നോണ്ടാണോ നിനക്ക് പരമസുഖമാണെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴോ നാട്ടാൻ എന്താ പറയുന്നേ? ശരിയാണ് ചങ്ങാതി. പട്ടിണിയാണെങ്കിലും കാട്ടിൽ കഴിയുന്ന നിനക്കാണ് സുഖം. നാട്ടാൻ എന്ത് പറഞ്ഞു? ശരിയാണ് ചങ്ങാതി, പട്ടിണിയാണെങ്കിലും കാട്ടിൽ കഴിയുന്ന നിനക്കാണ് സുഖം എന്ന് ആര് പറഞ്ഞു? നാട്ടാന പറഞ്ഞു. ഓക്കെ, നിങ്ങക്ക് മനസ്സിലായോ അതെ? അപ്പൊ അവിടെയും എന്താ പറഞ്ഞത്? കെട്ടിയിടുന്നതും ഇഷ്ടമല്ല അല്ലെ. അവിടെയും സ്വാതന്ത്ര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം മാത്രം പോരാ, സ്വാതന്ത്ര്യം കൂടി വേണം തന്നെയാണ് അവിടെയും പറയുന്നത്. ഒന്നുകൂടി അത് മിസ് വായിക്കാം. ഓക്കെ, എന്താണ്? കാട്ടാന, നാട്ടിൽ നിനക്ക് സുഖം തന്നെയല്ലേ? നാട്ടാന നേരം പറഞ്ഞു, ഓ എനിക്ക് പരമസുഖം തന്നെ, നിനക്കോ ചോദിച്ചു. അപ്പൊ കാട്ടാന പറഞ്ഞു, കാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ തീറ്റ കിട്ടുന്നില്ല, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. അന്നേരം നാട്ടാൻ എന്താ പറയുന്നേ? എനിക്ക് ഇഷ്ടം പോലെ ആഹാരം കിട്ടും, പക്ഷെ മനുഷ്യർ എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിക്കും. അപ്പൊ കാട്ടാന എന്താ പറയുന്നേ? എന്തു ജോലി? നാട്ടാന പറയുന്നത്, തടി പിടിപ്പിക്കും, ഉത്സവത്തിന് എഴുന്നള്ളിക്കും. കാട്ടാന, നിനക്ക് പറ്റില്ലെന്ന് പറയരുതോ? അന്നേരം നാട്ടാൻ എന്താ പറഞ്ഞേ? അവരെന്നെ തോട്ടി കൊണ്ട് വേദനിപ്പിക്കും. കാട്ടാൻ അന്നേരം എന്താ പറഞ്ഞേ? എങ്കിൽ നിനക്ക് കാട്ടിലേക്ക് ഓടിപ്പോന്നുകൂടെ? അപ്പൊ നാട്ടാൻ എന്താ പറയുന്നത് അറിയോ? അവർ എന്റെ കാലിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. അപ്പൊ കാട്ടാന, എന്നിട്ടാണോ നിനക്ക് പരമസുഖമാണ് എന്ന് പറയുന്നത്? അപ്പൊ നാട്ടാൻ എന്താ പറഞ്ഞേ? ശരിയാണ് ചങ്ങാതി, പട്ടിണിയാണെങ്കിലും കാട്ടിൽ കഴിയുന്നത് തന്നെ നിനക്കാണ് സുഖം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? പട്ടിണിയാണെങ്കിലും എന്ത് വേണം? കെട്ടിയിടുന്നത് ഇഷ്ടമല്ല, സുഖം കാട്ടിൽ തന്നെ ഇങ്ങനെ ഇളകി നടക്കുന്നത് തന്നെയാണ് സുഖം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോ ആ പാഠം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തരണത്രേ, സെൻഡ് ചെയ്ത് തന്നോ? ടൈഗറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വന്നില്ലേ? തന്നു. ഓക്കെ, എല്ലാരും എഴുതിയെടുത്തോ? എല്ലാവരും ഓക്കെ. അപ്പൊ നമുക്കൊരു എക്സാം വേണേ, ഒരു ക്ലാസ് ടെസ്റ്റ് വേണ്ടേ നമുക്ക്? ആ എക്സാം കഴിഞ്ഞുള്ളത് ഒരു പാഠം, അതായത് നമുക്ക് എവിടെ വരെ വന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? എക്സാമിന് കേൾക്കുന്നില്ലേ എല്ലാ മക്കൾക്കും? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ളതാണ് നമുക്ക് എക്സാമിന് വന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടുള്ള പാഠം, അതായത് ഞാൻ അല്ലെ, പാഠം 7 ഞാനുള്ള പാഠവും, പിന്നെ ഏതാ വന്നത്? ചങ്ങലയുടെ പാഠം. ഈ 2 പാഠം കൂടെ ഒരു എക്സാം ഇട്ടാൽ നിങ്ങൾക്ക് പറ്റുമോ? ഒന്നിച്ച് പറ്റുമോ? അല്ല, ഒരു പാഠത്തില് മാത്രം വേണോ? എന്താണ് ആവണേ? കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ മക്കളെ? എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഇവിടെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ മാക്സിമം സൗണ്ട് തന്നെയാണ് പറയുന്നത് മക്കളെ. ഓക്കെ, അപ്പൊ ആ 2 പാഠം ഒന്നിച്ച് എക്സാം ഇട്ടാൽ ഓക്കെ ആണോ നിങ്ങൾക്ക്? അല്ല, ടോഷൻ പറഞ്ഞു അല്ല. എന്നാ നമുക്കൊരു കാര്യം, ഞാൻ എന്ന പാഠം മാത്രം. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ? ഞാൻ എന്ന പാഠം. ജോയൽ കേൾക്കുന്നുണ്ടോ? ജോയല് വീഡിയോ ഓഫാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ എന്ന പാഠം മാത്രം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്ന പാഠം 7 ഞാൻ. ഓക്കെ, എന്റെ എല്ലാ പരീക്ഷ കേട്ടോ, ആ ഒരു പാഠം. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ ഉണ്ടാവും, പിരിച്ചെഴുതുന്ന ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പാഠം അല്ലെ? എന്താണ് പാഠത്തിന്റെ പേര്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നെക്സ്റ്റ് പാഠം ഏതാണെന്ന്? പാഠം 9. എന്താണ്? മറഞ്ഞു പോയ പൂമരം. എന്താണ്? മറഞ്ഞു പോയ പൂമരം, അതാണ് പാഠത്തിന്റെ പേര്. കൂടുതൽ സമയം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, മറഞ്ഞു പോയ പൂമരം, അതാണ് പാഠത്തിന്റെ പേര്. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്തൊരു വൃദ്ധനാം മരമുണ്ടേ, തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം
വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലെ, മറഞ്ഞു പോയ പൂമരം എന്നാണ് പാഠത്തിന്റെ പേര്. എന്താണ് പറഞ്ഞിന് ഇവിടെ? എന്താ പറയുന്നത്? ഒന്നുകൂടി പാടാം. അത് കുറച്ചുനേരം രണ്ടു മൂന്നോട്ടം വായിക്കാം, ശ്രദ്ധിച്ചോ. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. മരത്തിന്റെ കാര്യ പറഞ്ഞത്. വൃദ്ധനായ ഒരു മരമുണ്ട്. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയാ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പാഠം നോക്കുന്നുണ്ടോ എല്ലാരും? നോക്കിയേ, വായിച്ചു നോക്കിയേ. റിലു എവിടെയാ ശ്രദ്ധിക്കുന്നേ? റിലു, എന്താ പാഠത്തിന്റെ പേര്? അലൻ എന്തോ പറയുന്നുണ്ട് പേര്. എന്താ അലൻ മാത്യു? മിസ്സേ ഞാൻ വായിക്കാം. ഓക്കെ ഓക്കെ, ഒന്നുകൂടി വായിച്ചു തരാം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയാ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാനൊരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, വായിക്കാൻ പഠിക്കുന്നത് കിട്ടുന്നുണ്ടോ? യെസ്. ഓക്കെ, അലനൊന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ അലനൊന്ന് വായിച്ചോട്ടെ. അടുത്ത ക്ലാസ്സിൽ മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത് ഒരു വൃദ്ധന മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയ മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ തൻ കളമൊഴി കേട്ടു ഞാൻ ഒരു ദിനം ചെന്നു. പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമൊഴി പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹാർദ്രമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചിത്രകം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇന്ന് അക്കെങ്ങനെ പറഞ്ഞുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇല്ല. മറഞ്ഞു പോയ പൂരം എന്താ ഇതിൽ പറയുന്നേ? ഇങ്ങനെയുള്ള മരത്തിന്റെ കാര്യ പറഞ്ഞത്. വൃദ്ധനാം മരമുണ്ട് എന്നാ പറഞ്ഞത്. നീ ഇതൊക്കെ പാടണോ? നിതാ അൺമ്യൂട്ട് ചെയ്യുമ്പോളെ. നിദ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തോ? പാടിക്കോ, അൺമ്യൂട്ട് ചെയ്തെങ്കിലും. ഇല്ല നിദ, അൺമ്യൂട്ട് ആയിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തേ മോളെ. വായിച്ചു.
മറഞ്ഞുപോയ പൂമരം. പുഴയുടെ തീരത്ത് വഴിയുടെ യോരത്ത് ഒരു വൃദ്ധനാം മരമുണ്ട്. തളരുന്നവർക്കെല്ലാം തണൽ നീട്ടിയൊരു മരം വഴിയോരത്തിങ്കലായി നിന്നു. മാമരത്തിങ്കലെ കിളികൾ കളമൊഴി കേട്ടു. ഞാനൊരു ദിനം ചെന്നു പൈതങ്ങൾക്കായി തുറക്കുകയാണത് നല്ല പഴമരിപ്പത്തായം. ഒടുവിൽ മരത്തിലെ കിളികൾ പറന്നുപോയി. മരവും പതുക്കെ മറഞ്ഞുപോയി. സ്നേഹമാകും സുഗന്ധം പൊഴിച്ചിടും പൂവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ. അപ്പോ ഈ മറഞ്ഞു പോയ പൂമരം എന്ന കവിതയിൽ എന്താ പറയുന്നത്? വൃദ്ധനാം മരമുണ്ട് എന്നാ പറഞ്ഞല്ലേ. വൃദ്ധനാം മരം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പഴയതാണ് അല്ലേ. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി ഒരു തണലാണ്. തണലാണ് പറഞ്ഞ എന്താണ്? ഒരു വൃക്ഷത്തിനെ പോലെ തണലാണ് അല്ലേ. ഒരു പ്രായമായ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തണലാണ് എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങള് അച്ഛനോ അമ്മയോ വഴക്ക് പറയുമ്പോൾ ഓടിയെത്തുക എവിടത്തേക്കാണ്? ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അല്ലെ. അവരുടെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും അല്ലെ. അതുകൊണ്ട് ഇപ്പൊ അച്ഛനും അമ്മയും ചിലപ്പോ പഠിക്കാതെനോ ക്ലാസ് കയറാതെനോ ഒക്കെ വഴക്ക് പറയും. അപ്പൊ എന്ത് ചെയ്യും? വേഗം അമ്മമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും അല്ലെ. ഗ്രാൻഡ് പേരൻസിന് മനസ്സിലായോ? മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതായത് അമ്മയുടെ അമ്മയോ അച്ഛന്റെ അമ്മയോ ഒക്കെ അതാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഓടിയിട്ട് മറഞ്ഞാല് അവരുടെ അടുത്തെത്താൻ നമ്മൾ തരില്ല അല്ലെ. അമ്മയും അച്ഛനൊന്നും തരില്ല. അപ്പൊ അതുപോലെ മുത്തശ്ശനും ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ നമുക്ക് വീട്ടിലൊരു തണലാണ്. അതായത് ഒരു അഭയമാണ് അല്ലെ എല്ലാവർക്കും. അമ്മയും അച്ഛനും ഒക്കെ വഴക്ക് പറയും. നിങ്ങൾ എങ്ങോട്ട് ഓടും? അവരുടെ അടുത്തേക്ക് ഓടും. അപ്പൊ ആടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അപ്പൊ അഭയം തേടാനുള്ള ഒരു ഇടം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കുസൃതികളെല്ലാം അവരുടെ അടുത്തേക്കാണ് കാണിക്കുക അല്ലെ. കുരുത്തക്കേടൊന്നും കാണിച്ചാൽ അവരെന്ത് ചെയ്യില്ല? നമ്മളെ വഴക്ക് പറയില്ല അല്ലെ. അപ്പൊ കുസൃതികളൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു ഇടാണ്, ഒരു സ്ഥലമാണ് അവര് അല്ലെ. അപ്പോ അതുപോലെ പിന്നെന്താ ചെയ്യുക? എന്ത് കുസൃതിക്കും നമുക്ക് സ്വാതന്ത്ര്യം തരും അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് വീട് പൊട്ടിച്ചാലും മതി, കുഴപ്പമില്ല, അപ്പൊ അതിന് ഒന്ന് വൃത്തിയാക്കിയാ പോരെ പറയും അല്ലെ. തല്ലണ്ട, കുട്ടികളെ തല്ലണ്ട, അതൊന്ന് ശരിയാക്കി അത് വൃത്തിയാക്കിയാ പോരെ, തീർന്നില്ലേ പറയും. പഠിക്കുന്ന അടുത്ത ദിവസം പഠിച്ചാൽ മതി പറയും. അങ്ങനെയാണ് അവരല്ലേ. അതുപോലെ പിന്നെന്താ ചെയ്യുക? കൂടെ നിൽക്കാൻ ഏറെ സമയമുള്ള ആളാണ് അല്ലെ. അവര് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നുണ്ടാവില്ല, ഇപ്പം പ്രായമായതുകൊണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ അവരാകുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ. മറ്റുള്ള ചിലപ്പോ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടില് ആരുണ്ടാവും? ഈ പ്രായമായ അമ്മമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉറങ്ങാൻ വേണ്ടി പഴങ്കഥകളൊക്കെ പറഞ്ഞു തരും അല്ലെ. കഥകളൊക്കെ പറഞ്ഞു തരും. അമ്മമ്മയും അച്ഛനും കൂടെയുള്ളവർക്ക് മനസ്സിലാവും അല്ലെ. ചില കുട്ടികൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്, ഒരു അണുകുടുംബത്തിലൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് ഈ അച്ഛൻ്റെ അമ്മമ്മയുടെ ഒക്കെ വില അല്ലെ. അപ്പൊ അവര് പഴയ കാര്യങ്ങളോ പഴങ്കഥകളൊക്കെ പറഞ്ഞു തരും. പിന്നെ ചെയ്യുക? നിങ്ങൾക്ക് അതേപ്പോ ഒരു കൗമാരത്തിലൊക്കെ എത്തുന്ന സമയത്തായിരിക്കും ഈ അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ മരിച്ചു പോകുന്നത്. മുത്തശ്ശനൊക്കെ നിങ്ങള് ചെറിയ കുഞ്ഞെല്ലായി കഴിഞ്ഞ ഒരു കൗമാരം കുറച്ചും കൂടെ വലുതായ സമയത്തായിരിക്കും ഈ പ്രായമായ അച്ഛനും അമ്മമ്മയൊക്കെ മരിച്ചു പോകുന്നത് അല്ലെ. അതുപോലെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറഞ്ഞു പോയ പൂമരം. ആ ഒരു എന്താണ്? മരത്തിന്റെ ഏകദേശം തണൽ കിട്ടുന്ന അതേ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഈ മറഞ്ഞു പോയ പൂമരം എന്നതില് പാഠത്തിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ വീട്ടിലെ ഒരു മുത്തശ്ശൻ മുത്തശ്ശി എങ്ങനെയാ?
വഴിയോരത്തെ വൃദ്ധമരത്തെ പോലെയാണ്. രണ്ടുപേരും ഒരേപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. വഴിയോരത്തെ വൃദ്ധനായ പഴയ മരം വലിയ തണല് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ. അതായത് വഴിപോക്കർക്കൊക്കെ തണല് തന്നുകൊണ്ട് മരം ഉണ്ടാവും. വലിയ മരമായിരിക്കും. വൃദ്ധനായ മരം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന മരമാകുമ്പോ എന്ത് ചെയ്യും, നല്ല ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടോ നിങ്ങളെ? ചിത്രത്തിലുണ്ട്. അതുപോലെ നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരമായിരിക്കും പ്രായമായ മരം. അപ്പൊ അതുപോലെയാണ് വീട്ടിലെ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി അല്ലെ. അതുപോലെയാണ് വൃദ്ധനായ പഴയ മരങ്ങൾ. രണ്ടുപേരും ഒരേപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ മുത്തശ്ശനെ അല്ലെങ്കിൽ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുമ്പോൾ കടപുഴകിപ്പോയ ഒരു വൃദ്ധമരം മനസ്സിൽ തെളിയാവുന്നതാണ് അല്ലെ. കടപുഴകിപ്പോയ പറഞ്ഞ എങ്ങനെയാ? ചെരിഞ്ഞു വീണ മരം അല്ലെ, പൊരിഞ്ഞു വീണ മരം. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ എങ്ങനെയാ പറഞ്ഞത് ഇതില് ആദ്യത്തെ ലൈന്? പുഴയുടെ തീരത്ത് വഴിയുടെ ഓരത്ത്, പുഴയുടെ തീരത്തായിട്ട് വഴിയുടെ ഓരത്ത്, വഴിയുടെ അരികിലായിട്ട് ഒരു വൃദ്ധനാം മരമുണ്ട്. ഒരു വൃദ്ധനായ ഒരു പഴക്കം ചെന്ന മരമുണ്ട്. അതാണ് ആദ്യത്തെ ലൈനിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 1 മിനിറ്റേ ഉള്ളൂ, തുടങ്ങി നമുക്ക് കഴിയും. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും? നമ്മുടെ ആ പദ്യമില്ലേ, ഞാൻ എന്ന പാഠം പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കട്ടാവും. ബൈ. ബൈ, സി യു. വായിക്കണേ. ഇപ്പൊ നമ്മള് തുടങ്ങി വെച്ച പാഠം വായിച്ചിട്ട് വരണേ 2-3 പ്രാവശ്യം എല്ലാവരും. Okay, bye. Okay, see you.